വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ ശാരദാമ്മ നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് ഫാമ അടുത്തുനിന്ന് ചോദിക്കുകയാണ്. അന്നേരം ശാരദാമ്മ ഇങ്ങനെ മുഖം കുനിച്ച് നിൽക്കുകയാണ്. അന്നേരം ശാരദാമ്മ നിങ്ങളോടാണ് ചോദിച്ചത് എന്ന് പറഞ്ഞ് ഫാമ ഒന്നുകൂടി ചോദിക്കുമ്പോൾ ശാരദാമ്മയുടെ മനസ്സ് മുഴുവൻ അകത്ത് കിടന്ന വേദന അനുഭവിക്കുന്ന ശാലിനിയുടെ മുഖം മാത്രമാണുള്ളത്. അന്നേരം സുസ്മിത പറയുകയാണ്, കണ്ടു ആൻറ്റി തല ഉനിച്ച് നിൽക്കുന്നത്, എന്തോ കള്ളത്തരമുണ്ട്. ശ്യാമയുടെ റൂമിൻ്റെ അവിടെ നിന്നല്ലേ ഇവർ കരയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യേണ്ടത്. ഇവിടെ നിന്ന് എന്തിനാണ് ചെയ്യുന്നത്? ഈ റൂമിൽ ഇവർക്ക് വേണ്ടപ്പെട്ട ആരോ ഉണ്ട്, അതെന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കും എന്നൊക്കെ പറയുകയാണ്. ആൻറ്റി വന്ന് തന്നെ നോക്കണം എന്നൊക്കെ പറയുമ്പോഴും ആരും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അന്നേരം ഞാൻ തന്നെ പോയി നോക്കാം എന്നും പറഞ്ഞിട്ട് സുസ്മിത ആ മുറിയുടെ അടുത്തേക്ക് വരികയാണ്. ഇതേസമയം വിഷ്ണു ആണെങ്കിൽ വിഷ്ണുവും രോഹിത്തും ഒക്കെ ആകെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. സുസ്മിതയാണെങ്കിൽ ആ ഡോർ ഇങ്ങനെ തുറക്കാനായിട്ട് പോകുമ്പോൾ ശാരദാമ്മ അങ്ങ് ദേഷ്യം സുസ്മിതയെന്നും പറഞ്ഞ് അവളെ കയ്യിൽ ഇങ്ങോട്ട് പിടിച്ചു വലിച്ചു നിർക്കുകയാണ്. നിനക്ക് എന്തിൻ്റെ കേടാടി? ഇത്രയും സമയമായിട്ടും പച്ചവെള്ളം പോലും തൊണ്ടയിൽ തൊടാതെ ഞാൻ നിൽക്കുന്നത് എൻ്റെ മോളെയും കുഞ്ഞിനെയും രണ്ട് പാത്രമാക്കാൻ വേണ്ടി ആണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിപ്പോൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നീ വരച്ച വരയ്ക്കുള്ളിൽ നിന്ന് പ്രാർത്ഥിക്കണം എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ ഇതൊന്നും നിന്നോട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ലല്ലോ. ഇതൊക്കെ അറിയണമെങ്കിൽ ഒരു പെൺകുഞ്ഞിൻ്റെ അമ്മയാകണം. കുടുംബജീവിതം എന്തെന്നറിയാത്ത നിന്നോട് പറഞ്ഞിട്ട് എന്താടി കാര്യം എന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മ അങ്ങ് പൊട്ടിത്തെറിയുകയാണ്. അന്നേരം സത്യഭാമ ഒന്നും മിണ്ടാൻ നിൽക്കുകയാണ്. പക്ഷേ സുസ്മിത വിടാനായിട്ട് ഭാവമില്ല. സുസ്മിത പറയുകയാണ്, ദേ ആൻറ്റി ഈ രോഷപ്രകടനമൊക്കെ വെറുതെയാണ്, അവസാനം പിടിക്കുമെന്ന് മനസ്സിലാവുമ്പോഴും പയറ്റുന്ന 18ാമത്തെ അടവാണ്. ഞാൻ എന്തായാലും ആ റൂം നോക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ആ റൂം തുറക്കാനായിട്ട് വീണ്ടും വരുമ്പോൾ വിഷ്ണു ഇടയ്ക്ക് കയറി നിൽക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, ദേ ഈ നിമിഷം നിൻ്റെ ഈ കോമാളി നാടകം അവസാനിപ്പിച്ചില്ലെങ്കിൽ നിന്നെ ഈ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. നിൻ്റെ മുട്ടുകാല് ഞാൻ തല്ലി ഒടിക്കും എന്ന് പറഞ്ഞിട്ട് വിഷ്ണു കൈയൊക്കെ ചൂണ്ടി പല്ലൊക്കെ കടിച്ചു പിടിച്ചങ്ങ് ദേഷ്യത്തോട് സംസാരിക്കുകയാണ്. അന്നേരം കണ്ടോ ആൻറ്റി എന്നും പറഞ്ഞ് സുസ്മിതയാണെങ്കിൽ സത്യഭാമയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അന്നേരം പറയുകയാണ്, നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞതാണ് കുഴപ്പമൊന്നും ഉണ്ടാക്കുകയില്ലെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതി എന്നുള്ളത്. അന്നേരം സുസ്മിത പറയുകയാണ്, എനിക്ക് സംശയം തോന്നിയ ഒരു കാര്യത്തിലേക്ക് ഞാൻ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഉണ്ടായത്, അതിനുവേണ്ടി നിങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നതാണെന്ന് പറയുമ്പോൾ അങ്ങനെ ശ്രദ്ധ ക്ഷണിക്കാനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തനിയെ ഇറങ്ങി പുറത്തേക്ക് അങ്ങ് പൊക്കോളണം, അല്ലാതെ ഇവിടെ നിന്ന് പോകരുത് എന്ന് പറയുകയാണ്. അന്നേരം രോഹിത്തും പറയുകയാണ്, ഇവൾക്ക് കുഴപ്പം ഉണ്ടാക്കാൻ മാത്രമേ അറിയുള്ളൂ, ഇവൾ ഓരോന്ന് പറഞ്ഞ് നമ്മളെ സംശയിപ്പിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരികയാണ് എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് ഭാമ ശാരദാമ്മയോട് പറയുകയാണ്, സോറി ശാരദാമ്മ, ഇവൾ ഓരോന്ന് പറഞ്ഞ് പിരിയേറ്റിയപ്പോഴും നമ്മൾ വെറുതെ വന്നതാണ്, ശാരദാമ്മ എവിടെ വേണമെങ്കിലും നിന്ന് പ്രാർത്ഥിച്ചു എന്ന് പറയുകയാണ്. തുടർന്ന് രോഹിതും പറയാണ്, ഇവളുടെ വാക്കും കേട്ടുകൊണ്ട് നമ്മൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, നമുക്ക് ശ്യാമയുടെ റൂമിൻ്റെ അടുത്തേക്ക് പോകാം, അവിടെ എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് പറഞ്ഞ് സത്യഭാമയോട് പറയുമ്പോൾ ശാരദാമ്മ എവിടെ നിന്ന് പ്രാർത്ഥിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്ണുവും രോഹിത്തും സത്യഭാമയും കൂടി ശ്യാമയുടെ റൂമിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അന്നേരം ആ ഒരു അതെന്തോ കള്ളത്തരം എന്തോ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് ആകെ ദേഷ്യത്തിൽ സുസ്മിത നിൽക്കുകയാണ്. അന്നേരവും ശാരദാമ്മയാണെങ്കിൽ ആകെ വിഷമിച്ച് അവിടെ തന്നെ നിൽക്കുകയാണ് ശാലിനിയുടെ റൂമിൻ്റെ മുമ്പിൽ. തുടർന്ന് സുസ്മിത ചിന്തിക്കുകയാണ്, ഞാൻ എന്തൊരു മണ്ടിയാണ്, ശ്യാമ ആ റൂമിലല്ലേ, ഇനിയിപ്പോൾ എൻ്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ശാരദാമ്മ ഇവിടെ വന്ന് നിന്നതാണോ, എന്തോ കള്ളത്തരമുണ്ടെന്നും പറഞ്ഞ് സുസ്മിത നിൽക്കുകയാണ്. തുടർന്ന് സുസ്മിത ചിന്തിക്കുകയാണ്, ഇനിയിപ്പോൾ ഇതിനിടയിൽ ശ്യാമയുടെ റൂമിൽ അവരെന്തെങ്കിലും കൃത്രിമം കാണിച്ചാലോ, അങ്ങോട്ട് ചെല്ലാമെന്ന് പറഞ്ഞിട്ട് സത്യഭാമയുടെ അടുത്തേക്ക് സുസ്മിതയും ചെന്ന് നിൽക്കുകയാണ്. അതേസമയം ശാരദാമ്മ അവിടെ തന്നെ നിൽക്കുകയാണല്ലോ. സത്യഭാമ ചെയറിൽ ഇരുന്നിട്ട് നോക്കുമ്പോൾ ശാരദാമ്മ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അന്നേരം പ്രാർത്ഥിച്ചോ ശാരദാമ്മ എന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് സത്യഭാമ പറയുകയാണ്. അന്നേരം ശാരദാമ്മ അങ്ങ് കൈകൂപ്പി കണ്ണടച്ച് നിൽക്കുകയാണ്. ദൈവം കാത്തു, ശാലിനിയെ കണ്ടില്ല എന്നുള്ള രീതിയിൽ ശാരദാമ്മയും പ്രാർത്ഥിച്ച് നിൽക്കുകയാണ്. തുടർന്ന് ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാനായിട്ട് ഒരു വഴിയുമില്ലല്ലോ എന്ന് ആലോചിക്കുന്ന സുസ്മിത, ആൻറ്റി ഒരു കാര്യം പറഞ്ഞോട്ടെ എന്ന് ചോദിക്കുകയാണ് സത്യഭാമയോട്. അന്നേരം വീണ്ടും ശ്രദ്ധ ക്ഷണിക്കലാണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതൊന്നുമല്ല, ഇതൊരു നല്ല കാര്യമാണെന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണുവിന് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. അമ്മേതെ ഇവളെന്തോ കുഴപ്പം ഉണ്ടാക്കാനാണെന്ന് പറയുമ്പോൾ അവൾ പറയട്ടെടാ, എന്തെങ്കിലും കുശുമ്പും കുഞ്ഞായ്മയും ഒക്കെ ആണെങ്കിൽ അവളുടെ കാരണം ഞാൻ തന്നെ അടിച്ചു പൊട്ടിക്കുമെന്ന് പറയുകയാണ്. അന്നേരം ഒരു നിമിഷം സുസ്മിത ഒന്ന് പേടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ശ്യാമയ്ക്ക് പെയിൻ തുടങ്ങിയില്ല എന്നല്ലേ പറഞ്ഞത്, അതുവരെ നമുക്ക് അവളുടെ എല്ലാവർക്കും കൂടി അവളുടെ അടുത്ത് പോയി കൂട്ടിരുന്നാലോ, ഗർഭിണികൾ പിന്നെ പ്രസവിക്കാറാകുമ്പോൾ പേടിക്കും എന്നൊക്കെയാണ് പറയുന്നതെന്നും പറഞ്ഞ് സുസ്മിത അത്രയും പറയുന്നുണ്ട്. പെട്ടെന്ന് സത്യഭാമ ചാടിയും എഴുന്നേൽക്കുകയാണ്. അന്നേരം കുഴപ്പമായോ എന്നും പറഞ്ഞ് ഒരു സ്റ്റെപ്പ് സുസ്മിത പുറകിലേക്ക് വെക്കുന്നുണ്ട്. അന്നേരം സത്യഭാമ അങ്ങ് സുസ്മിതയുടെ തോളിലങ്ങ് പിടിക്കുകയാണ്. അന്നേരം സുസ്മിത പേടിച്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് സത്യഭാമ അങ്ങ് ചിരിക്കുന്നുണ്ട്. ആദ്യമായിട്ട് നീ ഒരു നല്ല കാര്യം പറഞ്ഞു എന്ന് പറയുമ്പോൾ നല്ല കാര്യം അല്ലതള്ളേ, അവിടെ എന്തെങ്കിലും കള്ളക്കളി ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനാണെന്ന് സുസ്മിത ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ്. അന്നേരം നല്ല കാര്യമൊന്നും പറഞ്ഞിങ്ങനെ പുച്ഛത്തോടെ നിൽക്കുകയാണ് വിഷ്ണുവും രോഹിത്തും കൂടി. തുടർന്ന് വാ രോഹിത്തെ, വിഷ്ണു വാ എന്നും വിളിച്ചുകൊണ്ട് അവരെല്ലാവരും കൂടി ശ്യാമയുടെ മുറിയിലേക്ക് പോകുന്നുണ്ട്. ഇതെല്ലാം ശാരദാമ്മ അവിടെ നിന്ന് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്.
തുടർന്ന് എല്ലാവരും കൂടി ശ്യാമയുടെ റൂമിലേക്ക് ചെന്നിരിക്കുകയാണ്. എല്ലാവരെയും കാണുമ്പോൾ ശ്യാമ ചിരിച്ച് അങ്ങ് സന്തോഷം അഭിനയിക്കുകയാണ്. പക്ഷേ സുസ്മിതയെ കാണുമ്പോൾ ശ്യാമ അങ്ങ് മുഖം തിരിക്കുകയാണ്. ഇതേസമയം ശാലിനിയെ അങ്ങ് ഡോക്ടർ പരിശോധിക്കുകയാണ്. അടുത്ത് കഴിഞ്ഞിരുന്നു. അന്നേരം ശ്രമിക്ക് ട്രൈ ചെയ്യുന്നൊക്കെ പറയുമ്പോൾ ശാലിനി അങ്ങ് കരയുകയാണ്, വേദന കൊണ്ട് പിളയുന്നുണ്ട്. ഇതേസമയം പുറത്തു നിന്ന് ശാരദാമ്മ തൊഴുത് പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് ശാലിനി പ്രസവിക്കുകയാണ്. ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾപ്പിക്കുന്നുണ്ട്. അന്നേരം ശാരദാമ്മ ആ കരച്ചിൽ കേട്ടങ്ങ് തൊഴുത് സന്തോഷിക്കുകയാണ്. തുടർന്ന് ശാരദാമ്മ അകത്തേക്ക് വരുമ്പോൾ കുഞ്ഞിനെ ഡോക്ടർ എടുക്കുന്നുണ്ട്. കുഞ്ഞിനെ ഇങ്ങനെ എടുത്തിട്ട് പെൺകുഞ്ഞാണ് ശാലിനി എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനിയുടെ സന്തോഷം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ശാരദാമ്മയെ അകത്തേക്ക് വരുമ്പോൾ പെൺകുഞ്ഞാണ് ശാരദാമ്മ എന്നിങ്ങനെ ഡോക്ടർ പറയുകയാണ്. തുടർന്ന് കുഞ്ഞിനെ എങ്ങോട്ടോ മാറ്റുകയാണ്. ഇതേസമയം ശാലിനിയുടെ കൈ പിടിക്കുകയാണ് ശാരദാമ്മ. അന്നേരം അവസാനം ഞാൻ ജയിച്ചു അമ്മേ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം എങ്ങനെയാണ് ശാലിനി ഇനി കാര്യങ്ങൾ എന്നിങ്ങനെ ഡോക്ടർ ചോദിക്കുകയാണ്. അന്നേരം ശാലിനിക്ക് അങ്ങ് ആദ്യം സങ്കടമാവുന്നുണ്ട്. തുടർന്നും ശാലിനി പറയുകയാണ്, കുഞ്ഞിനെ ശ്യാമയ്ക്ക് കൊടുക്കണം, അവളുടേതാണ് കുഞ്ഞ്, അവൾക്ക് തന്നെയാണെന്ന് പറയുമ്പോൾ എങ്ങനെയാ മോളെ എന്ന് പറഞ്ഞ് ശാരദാമ്മ അങ്ങ് ദയനീയമായിട്ട് ശാലിനിയെ വിളിക്കുകയാണ്. അന്നേരം അമ്മ കരയരുത്, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തിയായ സ്ത്രീ അമ്മയാണ്. അവസാന നിമിഷം നമ്മൾ ഇത്രയൊക്കെ ശ്രമിച്ചിട്ട് തോൽക്കണമോ? അമ്മ കരഞ്ഞാൽ എൻ്റെ കണ്ണ് മൂടിപ്പോവും, എനിക്ക് കാഴ്ച ഇല്ലാതായി പോവും, അത് വേണ്ട, കാര്യങ്ങളൊക്കെ നമ്മൾ നിശ്ചയിച്ചതുപോലെ മതി എന്നിങ്ങനെ പറഞ്ഞ് ശാരദാമ്മയുടെ കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ ശാരദാമ്മയെ സമ്മതിക്കുകയാണ്. തുടർന്ന് ശാലിനി അങ്ങ് മയങ്ങുകയാണ്. തുടർന്ന് ഡോക്ടർ ചോദിക്കുകയാണ്, ശാരദാമ്മ ശ്യാമയുടെ റൂമിൽ ആരൊക്കെ ഉണ്ടെന്ന്. അന്നേരം എല്ലാവരും ഉണ്ട്, ആ സുസ്മിത ഉണ്ടെന്ന് പറയുമ്പോൾ ശാലിനി ഇങ്ങനെ കണ്ണുറങ്ങുകയാണ്. സുസ്മിതയോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. തുടർന്ന് ഡോക്ടർ പറയുന്നുണ്ട്, പക്ഷേ കുഞ്ഞിനെ ശ്യാമയുടെ അടുത്ത് എത്തിക്കുക എന്നുള്ളത് റിസ്ക് തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ എല്ലാവരെയും റൂമിൽ നിന്ന് പുറത്താക്കാം, പക്ഷേ കോറിഡോറിൽ നിൽക്കരുത് എന്ന് പറയാനായിട്ട് സാധിക്കില്ലല്ലോ. പ്രത്യേകിച്ച് സുസ്മിതയുള്ള സാഹചര്യത്തിൽ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടക്കണമെന്നുണ്ടെങ്കിൽ ശ്യാമയുടെ പ്രസവം തികച്ചും നോർമലായിട്ട് തോന്നണം എന്ന് പറയുകയാണ്. അന്നേരം പിന്നെ ശാലിനി ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഡോക്ടർ പറയുന്നത് ശ്യാമയുടെ അടുത്ത് കുഞ്ഞിനെ എത്തിക്കാൻ ഒരു വഴിയും ഇല്ലെന്നാണോ? അപ്പോൾ അല്ലാതെ പിന്നെ എന്ത് ചെയ്യുന്നു പറഞ്ഞ് അവരങ്ങ് ആലോചിക്കുകയാണ്. തുടർന്ന് ഡോക്ടർ പറയുകയാണ്, നമ്മൾ വിചാരിച്ച പോലെ നടക്കണം എന്നുണ്ടെങ്കിൽ അവരെല്ലാവരും കോറിഡോറിൽ നിൽക്കുമ്പോൾ തന്നെ ശ്യാമയുടെ അടുത്ത് കുഞ്ഞെത്തിക്കണം. ബട്ട് ദിസ് ഈസ് ഇമ്പോസിബിൾ എന്നിങ്ങനെ പറയുമ്പോൾ എന്താ വഴി എന്നിങ്ങനെ ആലോചിക്കുകയാണ്. തുടർന്ന് ശാലിനി ആലോചിക്കുന്നുണ്ട്. അവർ വിഷ്ണുവിൻ്റെ ജീപ്പിൽ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആവാൻ വന്നപ്പോൾ ശാലിനി ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ കറണ്ട് പോയില്ലേ, ആ ഒരു സംഭവം കറണ്ട് പോയ ആ തക്കത്തിനല്ലേ ശാലിനിയും ശാരദാമ്മയും കൊണ്ട് ഈ റൂമിലേക്ക് കയറിയതും. അങ്ങനെ ശാലിനിക്ക് എന്തോ മനസ്സിൽ ഐഡിയ തോന്നുകയാണ്, ഇനി കറണ്ട് പോയിപ്പിക്കുന്നതിനെ കുറിച്ചായിരിക്കാം. തുടർന്ന് ഒരു വഴിയുണ്ട് ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് ശാലിനി തൻ്റെ ഐഡിയ ഡോക്ടറോട് പറയുകയാണ്. അത് കാണിക്കുന്നില്ല, ബാക്ക്ഗ്രൗണ്ട് മാത്രമേ ഉള്ളൂ. തുടർന്ന് ആ പ്ലാൻ കേട്ട ശേഷം ഇത് വർക്കൗട്ട് പ്രാക്ടിക്കലാവുമോ ശാലിനി, പിന്നെ കൊണ്ടുപോകുമ്പോൾ കുഞ്ഞ് കരഞ്ഞാലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇത്രയും നാൾ നമ്മുടെ കൂടെ നിന്ന് ദൈവം കഴിവിടില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം, അതെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് എന്നിങ്ങനെ പറഞ്ഞങ്ങ് ശാലിനി അങ്ങ് കരയുകയാണ്. അന്നേരം ഞാൻ ശ്രമിക്കാം എന്നിങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ട് ഞാൻ ശ്യാമയുടെ റൂമിലോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞങ്ങ് തിരിയുകയാണ്. ഈ സമയത്ത് കുഞ്ഞിൻ്റെ ആ കരച്ചിൽ കേൾക്കുമ്പോൾ എല്ലാവരുടെയും മുഖത്ത് സന്തോഷമാവുകയാണ്. തുടർന്ന് നഴ്സ് ഇങ്ങനെ ടൗലിലൊക്കെ പൊതിഞ്ഞ് കുഞ്ഞിനെ കൊണ്ടുവരികയാണ്. തുടർന്ന് ഡോക്ടർ കൊടുക്കുക എന്ന് പറയുമ്പോൾ ശാലിനിയുടെ കയ്യിലേക്ക് നഴ്സ് കുഞ്ഞിനെ വെച്ച് കൊടുക്കുകയാണ്. ആ കുഞ്ഞിനെ കാണുമ്പോൾ ശാരദാമ്മയുടെയും ശാലിനിയുടെയും ഒരു സന്തോഷം കാണേണ്ടത് തന്നെയാണ്. തുടർന്ന് കുഞ്ഞ് ആ ശബ്ദം ഉണ്ടാക്കുന്നതനുസരിച്ച് ശാലിനി സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, താരാട്ടൊക്കെ പാടുകയാണ്. തുടർന്ന് ശാലിനിയുടെ സന്തോഷം കാണുമ്പോൾ മോളെ എന്നിങ്ങനെ ശാരദാമ്മ വിളിക്കുകയാണ്. അന്നേരം ഇവളെ കുറച്ച് സമയം കൂടിയല്ലേ എൻ്റെ അടുത്ത് ഉണ്ടാവുള്ളൂ അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിനെ എങ്ങ് താലോലിക്കുകയാണ് ശാലിനി. ഇതേസമയം സുസ്മിതയും ഒക്കെ ആ റൂമിൽ നിൽക്കുകയാണല്ലോ. ഇവരുടെ വയറിൽ വെച്ച് കെട്ടിയിരിക്കുന്നത് പാഡാണോ ഇനി കുഞ്ഞാണോ ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കുമെന്നും പറഞ്ഞ് സുസ്മിത സ്നേഹത്തോടെ വന്നിട്ട് ശ്യാമയെ ക്ഷീണമുണ്ടോ, പേടിയുണ്ടോ, ടെൻഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ശ്യാമ അങ്ങ് മുഖം തിരിക്കുകയാണ്. തുടർന്ന് സുസ്മിത ആണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ടെൻഷനൊന്നും അടിക്കേണ്ടെന്ന് പറഞ്ഞ് വയറിൽ ഇങ്ങനെ തടവുകയാണ്. തുടർന്ന് കുഞ്ഞു വാവേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തലോടുമ്പോൾ ശ്യാമ ആണെങ്കിൽ ആദ്യം കൈയും കൊണ്ട് തട്ടി മാറ്റുന്നുണ്ട്. വിഷ്ണുവും രോഹിത്തും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷേ ഭാമ അതൊന്നും ആദ്യം ശ്രദ്ധിക്കുന്നില്ല. തുടർന്ന് എന്തൊക്കെയുണ്ട് കുഞ്ഞാവയെന്ന് പറഞ്ഞ് വീണ്ടും ഒന്നുകൂടി പിടിച്ചിട്ട് ഒന്നുകൂടി അങ്ങ് അമർത്തുകയാണ്. അന്നേരം ശ്യാമ ആണെങ്കിൽ ഒന്ന് കരയുന്നത് പോലെ അങ്ങ് ഭാവിച്ചിട്ട് കൈ അങ്ങ് തട്ടി മാറ്റാൻ ശ്രമിക്കുമ്പോൾ വിഷ്ണു പെട്ടെന്ന് സുസ്മിത ഇങ്ങോട്ട് പിടിച്ചിങ്ങോട്ട് വലിച്ച് നീക്കുകയാണ്. എന്നിട്ട് നീ എന്താണ് ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അന്നേരം അത് ഞാനെന്നും പറഞ്ഞിങ്ങനെ സുസ്മിത നിൽക്കുമ്പോൾ വിഷ്ണു ചോദിക്കുകയാണ്, അമ്മ എന്തിനായി പിശാചിനെ കൂടെ കൊണ്ട് നടക്കുന്നതെന്നും പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അന്നേരം ഞാൻ കൂടെ കൊണ്ട് നടക്കുന്നതല്ലല്ലോ, വലിഞ്ഞു കയറി വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് ഇനി നീ ഇവിടെ നിന്ന് എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ നിന്റെ കരണക്കുറ്റി ഞാൻ അടിച്ചു പൊട്ടിക്കുമെന്നും പറഞ്ഞ് സത്യഭാമ
ദേഷ്യപ്പെടുകയാണ്. രോഹിത് ശ്യാമയോട് ചോദിക്കുന്നുണ്ട് ഒന്നും പറ്റിയില്ലല്ലോ അല്ലേ, അന്നേരം ഒന്നും പറ്റിയില്ല എന്നിങ്ങനെ പറഞ്ഞ് ശ്യാമ പറഞ്ഞ് ഇങ്ങനെ ചിരിച്ച് കാണിക്കുകയാണ്. തുടർന്ന് സുസ്മിത പറയുകയാണ് ഇത് പാഡ് തന്നെയാണ്, എന്തൊരു അഭിനയമാണ് അവൾ കാഴ്ചവെക്കുന്നത്, ചേച്ചിയുടെ അല്ലേ അനിയത്തി, ഇത് ഞാൻ പൊളിച്ചെടുക്കും, ഇനിയിപ്പോൾ തൊടാനും പറ്റില്ലല്ലോ എന്നും പറഞ്ഞ് സുസ്മിത ഇങ്ങനെ നിൽക്കുകയാണ്. സമയത്ത് ഡോക്ടർ വരികയാണ്. അന്നേരം എല്ലാവരും ഉണ്ടല്ലോ എന്നും പറഞ്ഞാണ് ഡോക്ടർ വരുന്നത്. തുടർന്ന് ശ്യാമയ്ക്ക് ഇന്ന് തന്നെ പ്രസവം കാണുമോ എന്നിങ്ങനെ സത്യഭാമ ചോദിക്കുമ്പോൾ ഡേറ്റ് അനുസരിച്ച് മറ്റന്നാളാണ്, പക്ഷേ ചില ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്, എന്തായാലും ഫ്ലൂയിഡ് വെച്ച് തുടങ്ങാം, എല്ലാവരും ഒന്ന് പുറത്തോട്ട് നിന്നെങ്കിൽ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശരി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇറങ്ങാൻ തുടങ്ങുകയാണ്. അതേസമയം സുസ്മിത ഇങ്ങനെ ശ്യാമയെ നോക്കിയിട്ട് ശ്യാമയെ ഞാൻ പൊളിച്ചെടുക്കും, നിൻ്റെ കള്ളത്തരം ഞാൻ കൈയോട് പിടിക്കും, ഇത് സത്യം 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ 3 പ്രാവശ്യം പറഞ്ഞിട്ട് ശ്യാമ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയും കറണ്ട് പോകുന്ന രീതിയിലോ എങ്ങനെയും ശ്യാമയുടെ മുറിയിലേക്ക് ശാലിനിയുടെ കുഞ്ഞിനെ കൊണ്ടുവരിക തന്നെ ചെയ്യും. ബാക്കിയൊക്കെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള രീതിയിൽ ശാലിനി കളക്ടറായിട്ട് വരുന്നതൊക്കെയാണ് കാണിക്കുന്നത്. ഇതൊക്കെ പുതിയതായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.